Epistle James chapter 1. Praise God. Hallelujah. Chapter 1, 13 to 18. Please someone read in any language, in Malayalam, English or any language. ഒന്നാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. Book of James. Yeah. പെറുന്നു. Amen. പ്രാർത്ഥിക്കാം. Dear God, we thank you and praise you. Thank you for these wonderful words. Lord, this help us to understand the depth of this meaning and what is the intention of writing. Lord, transform us and Lord, change us in our behavior towards the difficulties and challenges, Lord. Lord, we asking your grace and mercy and your favor upon our life, Father. We give all glory and honor, Lord. In Jesus' name I pray. Amen. നമ്മളെല്ലാവരും പലപ്പോഴും ഈ പ്രത്യേകിച്ച് യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് വളരെ ഗാംഭീര്യമേറിയ കട്ടിയുള്ള ലേഖനങ്ങളിൽ ഒന്നാണ്. പൊതുവായ ലേഖനമാണെങ്കിൽ അതിൻ്റെ പട്ടികയിലാണ് പെടുന്നതെങ്കിൽ ഇറ്റ്സ് എ ജനറൽ എപ്പിസ്റ്റൽസ്, ഈവൻ ദോ ഇറ്റ്സ് എ വെരി സോളിഡ് biblical foundation we can see in the epistle of James. യാക്കോബിൻ്റെ ലേഖനം നാം പഠിക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് 2 weeks we are studying about the 1 John, 2 John and 3 John. 3 യോഹന്നാനെ കുറിച്ച് പഠിക്കുകയാണ്. 1, 2, 3 യോഹന്നാൻ. The reason is, what is the study about the 1 John, 2 John and 3 John? When I prepare that the notes, quickly coming that some of the words very compared to 1 John and 2 John in the James the epistles as well. 15 times we can see in the gospel 1 John, 2 John, 3 John, സഹോദരന്മാരെ, dear beloved brothers, സഹോദരന്മാരെ എന്നുള്ള വിളി 15 പ്രാവശ്യം നമുക്ക് 1, 2, 3 യോഹന്നാനിൽ കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെ യാക്കോബിൻ്റെ ലേഖനങ്ങളിലും നമുക്ക് പലപ്പോഴും ആ വേർഡുകളെ നമുക്ക് ആവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. കുഞ്ഞുങ്ങളെ, ഇച്ചിരൂടെ ലവബിളായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ. കുഞ്ഞുങ്ങളെ, സ്തോത്രം, പ്രൈസ് ഗോഡ്. വെരി കമ്പയർ വി ക്യാൻ സീ there are 4 James in the Bible. This is a James is the brother of Jesus Christ and Judah. So especially we want to concentrate on today. ഇന്ന് പകൽക്കാലം നമ്മൾ നോക്കുവാൻ പോകുന്നത്, നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും ആരുടെയെങ്കിലും തല വെച്ച് കേട്ടാൽ നോക്കും. ഒരു സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു, എന്താ പ്രാർത്ഥിക്കാത്തത്? അത് ഇതുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. എന്താ ചർച്ചിൽ വരാത്തത്? ഇതുകൊണ്ടാണ് ചർച്ചിൽ വരാത്തത്. എന്താ ചെയ്യാത്ത? ഇതുകൊണ്ടാണ് ചെയ്യാത്തത്. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും? ഒരു റീസൺ ഉണ്ട്. സ്തോത്രം, പ്രൈസ് ഗോഡ്. Always we want to blame someone else. ഒരിക്കൽ ഒരു കുട്ടി, there is a child, he went to school without doing the homework. So teacher asked, hey, I'm putting the name Johnny, why you did the homework? എന്താ നീ ഹോംവർക്ക് ചെയ്യാതെ പോന്നെ? in my home is too loud. ഭയങ്കര ശബ്ദമായിരുന്നു എൻ്റെ വീട്ടിൽ. Okay. So out of curiosity, teacher asked, what happened? You didn't ask to someone to reduce the sound? No, I didn't. ഞാൻ ചെയ്തില്ല. എന്നിട്ട് പറഞ്ഞു, ആരും അത് കുറച്ചതുമില്ല. അവസാനം എന്താ പറഞ്ഞ? എന്താ ത്രൂ ഔട്ട് നോയ്സ് ആയിരുന്നു. യെസ്, ത്രൂ ഔട്ട് നോയ്സ് ആയിരുന്നു in my home. So finally he said that
It was the television. And it was too loud and I couldn't do my homework. The teacher was trying to helpful. No, Johnny. Now, Johnny, you could have asked them to turn down the volume. He said, surely no. കാരണം എന്താണെന്ന് അറിയാമോ? I couldn't, he replied. I couldn't, he replied. There was no one sit or no one else in the room. അവനെന്താ പറയുന്നത് അറിയാമോ? ഭയങ്കര സൗണ്ട് ആയിരുന്നു, എനിക്ക് കുറയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു, ആരും കേട്ടില്ല. പിന്നീട് അത് ചോദിച്ചു, എന്താ അതിൻ്റെ കാരണം? എൻ്റെ റൂമിൽ വേറെ ആരും ഇല്ലായിരുന്നു. മനസ്സിലായോ? പലപ്പോഴും നമ്മൾ ബ്ലെയിം ചെയ്യുകയാണ്. എന്തിനെ ബ്ലെയിം ചെയ്യുന്നത്? സൗണ്ടിനെ ബ്ലെയിം ചെയ്യുക. സൗണ്ട് ആരാ കുറയ്ക്കേണ്ടത്? ആരോടെങ്കിലും പറയാൻ എന്താ? അവിടെ ആരും ഇല്ലായിരുന്നു പറയാനായിട്ട്, പിന്നെ ആര് കുറയ്ക്കണം? അപ്പം ദാറ്റ് മീൻസ് എല്ലാം കൂടെ അർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ എന്ത് ചെയ്തില്ല? ഹോംവർക്ക് ചെയ്തില്ല. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാര്യം? ഇത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? വേർ ഇറ്റ്സ് ബിഗിൻ ദ ബ്ലെയിമിങ്. കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തു നോക്കിയേ, തീരെ കൊച്ചു കുഞ്ഞുങ്ങളെ. ഓക്കെ, ഇഫ് യു ആർ ആസ്കിങ് ചിൽഡ്രൻ, എന്താണ് അത് ചെയ്തേ? അത് ചേച്ചി പറഞ്ഞിട്ടാ, അത് ഞാനല്ല ചെയ്തേ. ആര് ചെയ്താ? ചേച്ചി ചെയ്താ. സ്തോത്രം. ചേച്ചിയോട് ചോദിച്ചാൽ പറയും, ഞാനല്ല, അവൻ പറഞ്ഞിട്ടാ ചെയ്തേ. സോ ഓൾവേസ് അത് ആരോട് പറഞ്ഞു കൊടുത്തിയാണോ? ആരും പറഞ്ഞു കൊടുത്തതല്ല. ഇൻബോണായിട്ടൊരു സംഭവമാണ് എന്ത് ചെയ്യുക? ബ്ലെയിം ചെയ്യുക. പ്രാർത്ഥിക്കാതിരിക്കുന്നത്, ആരാധിക്കാതിരിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുന്നത്, എല്ലാത്തിനും എന്തുണ്ടെന്നറിയാമോ? ഒരു കാരണമുണ്ട്. സ്തോത്രം. ഒരു റീസൺ. നമ്മൾ ആരുടെയെങ്കിലും എന്ത് ചെയ്യും? ആരെയെങ്കിലും ബ്ലെയിം ചെയ്യും. ഇത് ഉൽപ്പത്തി മുതൽ, ഫ്രം ദ ജെനിസിസ് വി ക്യാൻ സീ ഹല്ലേലൂയ ഹൗ പീപ്പിൾ ഓർ ദ ഫസ്റ്റ് മാൻ ആൻഡ് വുമൺ ബ്ലെയിമിങ് ടു ദ ഡെവിൾ ഓർ സൈത്താൻ. എന്താ ചില കോമൺ കാര്യങ്ങൾ, സം ഓഫ് ദ കോമൺ തിങ്സ് വി ക്യാൻ സീ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ഏതാ? ആഗ്രഹിച്ചതല്ല, ഇറ്റ്സ് എ ഹെറിറ്റേജാണ് ഞങ്ങളുടെ. ഓക്കെ, ഞങ്ങളുടെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കാര്യം. അതുകൊണ്ട് അത് ഇനിയും പാഷ മാറത്തൊന്നുമില്ല. ഞങ്ങളുടെ അപ്പൻ അങ്ങനെ ആയിരുന്നു, വല്യപ്പച്ചനും അങ്ങനെ ആയിരുന്നു, അപ്പനും അങ്ങനെ ആയിരുന്നു. സ്തോത്രം. രണ്ടാമത് എൻവയറമെൻറ്റ്. ആ സാഹചര്യത്തിൽ പോയി പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരൂടെ നല്ലതായനെ. സാഹചര്യം എന്തായി? എന്നെ. പിന്നെ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പാഷൻസ്. അതിനെക്കുറിച്ച് ഞാൻ ലേറ്ററായിട്ട് പറയാം. അത് വാക്യങ്ങൾ എടുത്ത് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അടുത്തത് പറയുന്നത്, ആ പിശാച് ഒരു കാര്യത്തിലും സമ്മതിക്കത്തില്ല. ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കും ഒട്ടന്നെ പിശാച് വരും. ഹലോ, പിശാചെന്നുള്ളിടത്ത് ആരെയൊക്കെയാണ് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഓൾവേസ് വി ബ്ലെയിം ദ സൈത്താൻ. പിന്നീടുള്ളത് ദൈവത്തെ കുറ്റം പറയുന്നത്. ഇല്ലേ? ദൈവത്തെ കുറ്റം പറയാം. ദൈവം ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ ഇതൊക്കെ എന്താ നടക്കുന്നത്? ഞാൻ എത്രയും പ്രാർത്ഥിച്ച ദൈവം കാണുന്നില്ലേ? ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മളെവിടെങ്കിലുമൊക്കെ ഇന്നത്തെ എൻ്റെ മെയിനായിട്ടുള്ള വിഷയം ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ. ദാറ്റ് ഈസ് എ ടു വേർഡ്, ഈസ് ദ ടു സൈഡ്സ് ഓഫ് ദ വൺ കോയിൻ. ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് ട്രയൽസും ടെംപ്റ്റേഷനും. ട്രയല് ദൈവം നമ്മളെ ശക്തീകരിക്കാൻ ഉപയോഗിക്കുമ്പോൾ, ടെംപ്റ്റേഷൻ പിശാച് നമ്മളെ തകർക്കാൻ ഉപയോഗിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, ട്രയൽസ് ദൈവം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ, ശക്തീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ടെംപ്റ്റേഷൻ പിശാച് നമ്മളെ തളർത്തുവാനും വീഴ്ത്തുവാനും ശ്രമിക്കും. There are two sides of the one coin. One side is a trial, other words is a temptation. What happened? Trial, God will use that the scenario or the situation, God will turn to strengthen your faith. But the temptation, the devil want to use that the situation and the person and the environment to turn to do the sin. അപ്പോൾ external difficulties and sufferings are trials. Okay? So, but God uses them to prove your faith is genuine.
പരിശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ മക്കൾ മറ്റാരും കാണുവാൻ വേണ്ടിയല്ല, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഹല്ലേലൂയ സേവിക്കുന്ന ദൈവത്തിലുള്ള എൻ്റെ അചഞ്ചലമായ വിശ്വാസം അത് ജെന്യൂൻ ആണെന്ന് തെളിയിക്കുവാനുള്ള അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ട്രയൽസ്. ഹല്ലേലൂയ. Many Christians are failed there. Instead of they want to prove their genuine faith, they will blame someone and they will step back. Are you following? നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അത് വിലയേറിയതാണെന്ന് ഡിസേൺ ചെയ്യാതെ അതെന്തായി ചെയ്യുകയാണ്? ആദാം, where are you now? ആദാമേ, നീ എവിടെയാ? ഒളിച്ചിരിക്കുക. എന്നെ ആര് കാണണ്ട? ദൈവം കാണണ്ട. പ്രൈസ് ഗോഡ്. ദൈവം ഇന്ന് തിരക്കുക. Where are you? I placed such a beautiful place with a purpose, but where are you? Hallelujah. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചോദിക്കുക, നിന്നെ വിശ്വസ്തനെന്ന് ഓരോ സ്ഥലത്താക്കി വെച്ചിട്ട് where are you? ഓ, അത് കുഞ്ഞിൻ്റെ കാര്യം, അത് ഭാര്യയുടെ കാര്യം, അത് ഭർത്താവിൻ്റെ കാര്യം, അത് ജോലിക്കാര്യം, അത് സഭയുടെ കാര്യം, അത് ദേശത്തിൻ്റെ കാര്യം, അത് ക്ഷീണത്തിൻ്റെ കാര്യം, അത് ആരോഗ്യത്തിൻ്റെ കാര്യം. We blame to so many things. Praise God. നമുക്ക് ആശ്വസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണെന്നറിയാമോ? ബിക്കോസ് ഓഫ് ദാറ്റ്. അത് ജെന്യൂൻ അല്ലേ? But the time of trial, we want to prove your faith is genuine. Praise God. 7 മടങ്ങ് വർദ്ധിപ്പിക്കുക. അവരുടെ മുമ്പിൽ വെച്ച് കമാൻഡ് ചെയ്യുക, increase the furnace. അത് കൂട്ടാൻ പറയുന്നു. തീക്കകത്ത് വീഴുന്നതിന് മുമ്പ് കേട്ടാൽ മതി, ചിലവർ താഴെ പോകും. ഹലോ, തീക്കകത്ത് പോകണ്ട, തീ കൂട്ടാൻ പറഞ്ഞാൽ മതി. പക്ഷേ അവരുടെ കൈയും കാലും കെട്ടി അവരെ കൊണ്ടിടാൻ പോയ ആ മല്ലന്മാര് പോലും ആ തീയുടെ ഗന്ധം തട്ടിയിട്ട് എന്ത് ചെയ്തു? കരിഞ്ഞുപോയി. പക്ഷേ തീക്കകത്ത് വീണവരുടെ കെട്ടടിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ജെന്യൂൻ ആണെന്ന് തെളിയിക്കുവാനുള്ള ആ ട്രയലിലൂടെ അവർ നിന്നപ്പോൾ, ഇന്ന് പകൽക്കാലം ഞാനും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഞാനും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ളതെന്ന് ദൈവമാണെന്ന് തെളിയിക്കുവാനുള്ള പ്രതിസന്ധിയാണ് നീ കടന്നു പോകുന്നതെന്ന് അറിയുമ്പോൾ, Glory to God. Hallelujah. Secondly, we can see build steadfastness. We don't have any graph in Christian life. We are going from down to valley to the mountain. നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നതാ. ജനുവരി മാസത്തിൽ ഇങ്ങനെ, ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെ, മാർച്ചിൽ ഇങ്ങനെ, ഏപ്രിൽ ഇങ്ങനെ. നോ, according to the situation, we don't want your hallelujah steadfastness. That means you want to stand firm in the time of your trial. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, ചലഞ്ചസുകളിൽ നമ്മൾ ആരായി മാറണം? ഒരുപോലെ നമ്മുടെ ആത്മീകമായ കാര്യങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ വിശുദ്ധ ജീവിതം, എൻ്റെ ആത്മീയ ജീവിതങ്ങൾ മാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, സീസണിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ പിന്നെയോ അത് സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാ. Glory to God. ആരുടെയെങ്കിലും ഒരു വാക്കിന്റെ മുമ്പിൽ തളരുന്നതല്ല, ആരുടെയെങ്കിലും മുഖഭാവം മാറുന്നതിനനുസരിച്ച് മാറുന്നതല്ല എൻ്റെ ആത്മീയ ജീവിതം. എൻ്റെ ആത്മീയ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ളതാണ്. Because my God is an unchanging God. That is the reason I don't want to change according to any situation we are facing today. Hallelujah. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും മാറേണ്ടത് അല്ലെങ്കിൽ വ്യക്തികളുടെ മുഖം മാറുന്നതനുസരിച്ചല്ല, സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ചല്ല, സാമ്പത്തികം മാറുന്നതനുസരിച്ചല്ല, പിന്നെയോ നമ്മൾ മാറേണ്ടത് ദൈവത്തിൻ്റെ മുഖം നോക്കിയാണ്. Praise God. Third thing, develop spiritual maturity. പ്രതിസന്ധികളുടെ മുമ്പിൽ, പ്രതികൂലങ്ങളുടെ മുമ്പിൽ, രോഗത്തിൻ്റെ മുമ്പിൽ, തകർച്ചയുടെ മുമ്പിൽ
അല്ലെങ്കിൽ ഞാനും നിങ്ങളും റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കിയാൽ, ഞാനും നിങ്ങളും ചെയ്യുന്നത് നോക്കിയാൽ, ഞാനും നിങ്ങളും പറയുന്നത് നോക്കിയാൽ, ഞാനും നിങ്ങളും നിൽക്കുന്നത് നോക്കിയാൽ നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ മെച്യൂരിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാം. ഹേ മനുഷ്യ, നീ ദൈവത്തെ പ്രാഗി, curse and die, നീ ശപിച്ച് മരിക്കാനാ പറഞ്ഞത്. ആരാ? യോബ്. സ്തോത്രം. 500 കാള, ഹല്ലേലൂയ, 500 ഒട്ടകം, ഹല്ലേലൂയ, എണ്ണിക്കൂടാൻ കഴിയാത്തതുപോലെ ദാസീദാസന്മാർ, സമ്പത്ത് എല്ലാം ഉള്ളപ്പോൾ നല്ല ആരാധനയായിരുന്നു, നല്ല സന്തോഷമായിരുന്നു, നല്ല അല്ലെങ്കിൽ എല്ലാത്തിനും മുമ്പന്തിയിലുണ്ട്. പക്ഷെ ഓരോന്നോരോന്നായി അല്ലെങ്കിൽ ദൈവം തൊടുവാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ആ ട്രയൽസിലൂടെ കടന്നു പോയപ്പോൾ ഭാര്യ പോലും പറഞ്ഞു. ഭാര്യ പറഞ്ഞാലും മാറരുത് നമ്മുടെ ട്രയലിൽ നമ്മുടെ ദൈവത്തോടുള്ള വിശ്വാസം. സ്തോത്രം. ആര് പറഞ്ഞാലും മാറുന്നതല്ല നമ്മൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം, അവന്റെ വിശ്വാസം. പ്രൈസ് ഗോഡ്. ഒന്ന് യോഹന്നാൻ പഠിക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനങ്ങൾ പഠിക്കാൻ, when we learn the hallelujah the epistles of John, two things someone asked me that the last week, what is the difference between a relationship and fellowship? ഫെലോഷിപ്പിനോട് വിരക്തി തോന്നുന്ന എപ്പോഴാണെന്നറിയാമോ? റിലേഷൻഷിപ്പ് കട്ടാകുമ്പോഴാണ്. When you have the relationship with God, you will love to come to the presence of God. ക്രിസ്തുവിനെ അറിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ട്രൂ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഫെലോഷിപ്പ് ഉണ്ട്. Fellowship is not only to God. Relationship with your brothers and sisters. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ഉണ്ടോ? നമുക്ക് വ്യക്തിപരമായി അടുത്തിരിക്കുന്നവർക്ക് കൈയൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കാണാത്ത ദൈവത്തോട് പറയാ, I love you Lord. Praise God. അതാ ഒന്ന് യോഹന്നാൻ ലേഖനം പഠിപ്പിക്കുന്നത്. കൂട്ടായ്മ, ഫെലോഷിപ്പ്, സ്പിരിച്വൽ മെച്യൂരിറ്റി എപ്പോഴാ കാണിക്കണ്ടേ? എല്ലാം നല്ലതായിരിക്കുമ്പോഴല്ല. I can smile when everything is all good, everything is all right. I can smile. But when things are going wrong, നമുക്ക് ചിരിക്കാൻ പറ്റുമോ? നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? We want to build up that spiritual maturity. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? We want to work out our spiritual maturity. We know how to behave in our workplace. Very well we know how to deal with the things in outside. Why we can't in our spirituality, our own spirituality? എന്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മെച്യൂരിറ്റി എന്തുകൊണ്ട് നമുക്ക് പണിയാൻ കഴിയുന്നില്ല? സ്തോത്രം. സോ ട്രയൽ എന്ന് പറയുന്നത് അതാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുക. ടെംപ്റ്റേഷനിലേക്ക് വരുമ്പോൾ, പ്രൈസ് ഗോഡ്, അതിൻ്റെ ഓപ്പോസിറ്റായ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കണ്ടാൽ ഒരുപോലെ നമുക്ക് തോന്നും. വെരി വെരി കെയർഫുൾ ദ എവറി ക്രിസ്ത്യൻ ബിലീവർ. ഓക്കെ, trials and temptation is a hand in hand. Trials, the opportunity you want to prove your faith is genuine. You want to stand firm in the time of trial. And third, you want to steadfastness. And the third one is you want to develop your spiritual maturity, or you want to show the spiritual maturity in words.
ലുക്ക് അറ്റ് ദാറ്റ് ജോബ്. യോബിനെ നോക്കിയേ. സ്നേഹിതന്മാർ വന്നു. Who came there? The friends, very close friends. അവരെല്ലാം പറഞ്ഞത് എന്താ? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഓൾ ക്രിസ്ത്യൻസ് ഐഡിയോളജി ഇതാ. ഒരു രോഗം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, എന്തോ പുള്ളിക്കാരന് ഇച്ചിരി പെശകാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ വന്നത്. ഇത് തന്നെ ഇയ്യോബിന്റെ കൂട്ടുകാരൻ പറഞ്ഞു. എന്തുവാ, പാപം ചെയ്യാതെ ഇതുപോലെ സംഭവിക്കുമോ? സ്തോത്രം. വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാറി കൂട്ടു സഹോദരങ്ങൾ. പക്ഷെ എന്നിട്ടും ഇയ്യോബ് പറയുക, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കാണും. He stand firm in the midst of his trial. It's very hard. It's very hard. അത് ഭയങ്കര പ്രയാസമാണ്. It's not easy. അതാണ് പറയുന്നത്, നമ്മൾ ബിൽഡപ്പ് ചെയ്യണം, നമ്മൾ പണിയണം, വർക്ക് ഹാർഡ്, പ്രസ് ഓൺ. നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി നമ്മൾ പണിയണം. ഒത്തിരി പാടാ. നമുക്ക് ഫ്രസ്ട്രേഷൻ വരും, നമുക്ക് ആംഗ്രി വരും. പക്ഷെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നൊരു സ്പിരിറ്റ് ഉണ്ട്. അത് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാ. അതിൽ നമ്മളിൽ വസിക്കുന്ന കർത്താവ് അത് തരുന്നത്. സ്തോത്രം. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. ടെംപ്റ്റേഷൻ. It's an inner solicitation to sin. Satan want to turn to for his glory. ഈ ടെംപ്റ്റേഷൻ എന്താക്കി മാറ്റുമെന്നറിയാമോ? പിശാചിന്റെ മഹത്വത്തിനാക്കി മാറ്റുവാൻ അവൻ എന്ത് ഹാർഡ് വർക്ക് ചെയ്യും. ഹൗ? അവൻ ഈ ട്രയൽസിനെ, ടേൺ യുവർ ട്രയൽസ് ഇൻ ടു ടെംപ്റ്റേഷൻ. ഈ ട്രയൽസിനെ എന്നാക്കി മാറ്റും? അവൻ ടെംപ്റ്റേഷൻ ആക്കി മാറ്റാൻ എന്ത് ചെയ്യും? ശ്രമിക്കും. രണ്ടാമത് പറയുന്നു, entice you to sin so he can destroy you. അതൊരു ഭയങ്കര മേഖലയാ. ദൈവമക്കളെ ശ്രദ്ധിക്കണ്ടേ. നിങ്ങളെ കുരുക്കിക്കളയും. എൻറ്റൈസ് എന്ന് പറയുന്നത് ഈ ചൂണ്ടയുടെ നൂലില്ലേ, അത് ഒരിക്കൽ അതിൻ്റെ റോളിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ അതിനെ നോക്കാൻ ഭയങ്കര പാടാ. അത് കുരുങ്ങി കിടക്കും എന്ന് പറഞ്ഞതുപോലെ ഈ പിശാച് എൻറ്റൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ കുരുക്കും. ഒരു കുരുക്ക് കഴിക്കുമ്പോൾ അടുത്ത കുരുക്കിലോട്ട് പോകും. നമ്മളെ കുടുക്കിക്കളയും. യോബിൻ്റെ ലേഖനം എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ജെയിംസിൻ്റെ ലേഖനത്തിൽ, the book of James is again and again the giving the warning. Beware, be careful, be diligent. എന്തിനാണെന്നറിയാമോ? കുരുങ്ങിപ്പോകാതിരിക്കാൻ, കുടുങ്ങിപ്പോകാതിരിക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയാ? പിശാചിൻ്റെ പരിപാടി നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ഒന്ന് ചെറുതായിട്ടൊന്ന് താക്കുക എന്നൊന്നുമല്ല പിശാചിൻ്റെ പരിപാടി. പിശാചിൻ്റെ പരിപാടി എന്താ? വാട്ട് ഈസ് ദ ഡെവിൾ സ്കീംസ്? ടു ഡിസ്ട്രോയ് യു. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ്, ആരെ, എനിവൺ, ഡസൻറ്റ് മാറ്റർ. You are pastor or bishop or lady or girl or boy or man, doesn't matter. ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ പറയുന്ന ഡിവോൾ, അത് പറയുന്നവരുണ്ട് അവൻ വിശന്ന് നടക്കുക എന്ന വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത്. ഉച്ച കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിക്കുന്ന ഒരു കഴിപ്പുണ്ടല്ലോ. ഹലോ, ആരെ കിട്ടിയാലും വേണ്ടിയില്ല, എന്തോ കിട്ടിയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞതുപോലെ വിശന്ന് നടക്കുക പിശാചെന്ന്. അത് രാവിലെ ഉച്ചയ്ക്ക് മാത്രമല്ല. നോട്ട് ഓൺലി ലഞ്ച് ടൈം, നോട്ട് ഓൺലി ഡിന്നർ ടൈം, എവറി ടൈം ഹീസ് ഡിവോർഡ്. അവൻ ഊടാടി സഞ്ചരിക്കുക. അതിനുവേണ്ടി അവൻ വിഴുങ്ങാൻ വേണ്ടി ആരെയും ഉപയോഗിക്കും. അവൻ തകർക്കാൻ വേണ്ടി. അവൻ എന്താ? കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും വേണ്ടിയാണ് വരുന്നത്. He's not favored to you. He's not favored to anyone else. നമ്മൾ എന്ത് ചെയ്യണം? വെരി വെരി കെയർഫുൾ.
സോ അണ്ടർസ്റ്റാൻഡിങ് ദ സോഴ്സ് ഓഫ് ടെംപ്ടേഷൻ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോ അടുത്തത് ഇങ്ങനെ പറയുന്നു, എന്താണ് ഇതിൻ്റെ ഒരു സോഴ്സസ്, ഇതിൻ്റെ പിന്നിൽ എന്താണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരുവനെ പാപത്തിലേക്ക് വലിച്ചിടുവാനുള്ള ടെംപ്ടേഷൻ ദൈവം ഒരിക്കലും കൊടുക്കത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പാപത്തിലേക്ക് വലിച്ചിടുന്ന ഒരു ടെംപ്ടേഷനിലേക്ക് ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവൻ വലിച്ചിടത്തില്ല. എബ്രായ ലേഖനം 4:15 പറയുന്നു, നമ്മുടെ യേശു കർത്താവ് ആരായി? അവൻ പാപം ചെയ്യാത്ത വണ്ണം ആ ടെംപ്ടേഷൻ എന്ത് ചെയ്തു? കടന്നുപോയി. Human being, always there is a chance to tempt because we are in the fallen world. നമ്മൾ ഈ നശിച്ചു പോകുന്ന ലോകത്താണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്തു വരും? ടെംപ്ടേഷൻ വരും. പക്ഷേ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 4:15 എന്താ വായിക്കുന്നേ? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ശ്രദ്ധിക്കണമേ, ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ, പാപമൊഴികെ സർവത്തിലും എന്ന് പറഞ്ഞ ട്രയൽസിലൂടെ പോയി, അവൻ ടെംപ്ടേഷനിലൂടെ പോയി. അപ്പൊ എന്താ പറഞ്ഞേ? നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അടുത്തത് പക്ഷേ ഇംഗ്ലീഷിൽ ഇങ്ങനെ പ്രീവിയസ് വേഴ്സ് ഒന്ന് കാണിക്കാമോ? There we can see all points tempted like we are. നമ്മളെ പോലെ tempted ആയി, പക്ഷേ yet without sin. എന്നിട്ടും അവൻ പാപം ചെയ്തില്ല. അവിടെയാ നമ്മൾ ജയിക്കേണ്ട മേഖല. We want to take the victory over that realm. Temptation വരും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? അതിനകത്ത് പാപത്തിൽ വീഴരുത്. Yet without sin we can live. പാപം ചെയ്യാതെ നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയും. So God can never tempt anyone to sin. He allows trials to build maturity. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ട്രയൽസിനെ എന്താക്കിക്കോണം? നമ്മുടെ റെസിസ്റ്റൻസി കൂട്ടണം, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടണം. ഹലോ, പ്രത്യേകിച്ച് മലയാളികൾ ഇമ്മ്യൂണിറ്റി ഇച്ചിരി കൂടുതലുള്ളവരാ. ഇമ്മ്യൂണിറ്റി അല്ല, തൊലിക്കട്ടി കൂടുതലുള്ളതെന്ന് പറയുന്നതായിരിക്കും നല്ലത്. സ്വത്രം. നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ ട്രയൽസിന്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തിന്റെ ഇമ്മ്യൂണിറ്റി നമ്മൾ കൂട്ടണം. ഗ്ലോറി ടു ഗാഡ്. സാധാരണ ഒരു വിഷയം വന്നാലും എന്ത് ചെയ്യരുത്? കുലുങ്ങിപ്പോകരുത്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കരഞ്ഞാലും നീ മനുഷ്യന്റെ മുമ്പിൽ കരയരുത്. നീ ദൈവത്തിന്റെ സന്നിധി നീ തളർന്നു വീണാലും നീ പിശാചിന്റെ മുമ്പിൽ തളരരുത്. ഗ്ലോറി ടു ഗാഡ്. പൗലോസിനെ പോലെ പറയണം, അടിച്ച് ഹല്ലേലൂയ അവന്റെ വസ്ത്രം വലിച്ചൂരി ഹല്ലേലൂയ രാത്രി മുഴുവൻ അവനെ എന്ത് ചെയ്തു? ഹല്ലേലൂയ ആമത്തിലിട്ടിട്ടും പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാ. എന്റെ ആരാധന കുറയത്തില്ല, എന്റെ പ്രാർത്ഥന കുറയത്തില്ല, എന്റെ കൂട്ടായ്മ കുറയത്തില്ല. ഹല്ലേലൂയ. പൗലോസ് പറയും, I can do all things who strengthen me. Even though he bruised everywhere in his body. ഹല്ലേലൂയ. അവനെ എന്ത് ചെയ്തു? ക്രഷ് ചെയ്തു. പക്ഷെ അവൻ പറയുക, പിശാചേ, ഞാൻ തോൽക്കുന്ന നാമത്തെ അല്ല സേവിക്കുന്നത്, എല്ലാ നാമത്തിലും മേലായ നാമമുള്ള യേശുവിനെ എല്ലാ മുഴങ്ങാലും മടങ്ങുന്ന കാരാഗ്രഹത്തിന്റെ വാതിൽ മാത്രമല്ല, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കുവാൻ കഴിവുള്ളൊരു നാമത്തെയാ ഞാൻ സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നീ പിശാചിന്റെ മുമ്പിൽ തളർന്നു പോകരുത്. മനുഷ്യന്റെ മുമ്പിൽ നീ കരയരുത്, മനുഷ്യന്റെ മുമ്പിൽ നീ തലകുനിക്കരുത്. സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നീ തലകുനിക്ക. നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നീ സകലത്തിലും മതിയായവനാ. Glory to God. അത് മാത്രമല്ല, എല്ലാ ടെംപ്ടേഷൻ എത്ര പിശാച് കൊണ്ടുവന്നാലും God is always provides a way out without sinning.
നീ പാപം ചെയ്യാതെ അതിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം നിനക്കൊരു വഴി സ്വർഗത്തിൽ ദൈവം അതിന്റെ നടുവിൽ ഒരുക്കും. ജീസസ്. 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീയുടെ നടുവിൽ, അയ്യോ തീയാണോ, എന്നാ പിന്നെ ഞങ്ങള് രാജാവ് നിർത്തിയിരിക്കുന്നിടത്ത് വണങ്ങാന്ന് പറഞ്ഞ് മാറിയതല്ല. തീയുടെ നടുവിലൂടെയും വഴി വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നീ അഗ്നി പരിശോധനയിലൂടെ കടന്നു പോകുമ്പോഴും അതിന്റെ നടുവിലൂടെ ഹല്ലേലൂയ നാലാമനായി നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന, അതിന്റെ നടുവിലൂടെ വഴിയൊരുക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ പിശാച് വിചാരിച്ചു ഹല്ലേലൂയ ചെങ്കടലിൽ നിന്നെ തകർക്കാമെന്ന് പിശാച് വിചാരിച്ചു. പക്ഷേ സ്വർഗം പറയുന്നു, ചെങ്കടലിൽ ചെങ്കൽ പാത ഒരുക്കി നിനക്ക് വേണ്ടി ഹല്ലേലൂയ മറുകര എത്തിക്കുന്ന ഒരു സ്വർഗത്തിന്റെ പദ്ധതിയുണ്ട്. ജീസസ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ പഴി പറയുന്നത്, മറ്റുള്ളവരെ ഹല്ലേലൂയ കാരണം ബ്ലെയിം ചെയ്യുന്നത്, പിശാചിനെ ബ്ലെയിം ചെയ്യുന്നത്, ദൈവത്തെ ബ്ലെയിം ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ട് നമുക്ക് തന്നെ പറയാം, ദിസ് ഈസ് എ ടൈം ഐ വാണ്ട് ടു പ്രൂവ് മൈ ജെന്യുവൻ ഫെയ്ത്ത്. ഇതെന്റെ വിശ്വാസത്തിന്റെ, എൻ്റെ ആത്മീയ മെച്യൂരിറ്റി വെളിപ്പെടുത്തേണ്ട സമയമാണ്. ഗ്ലോറി ടു ഗോഡ്. ബൈബിളിൽ അസാധ്യമെന്ന് പറയുന്നൊരു സംഭവം ബൈബിളിലില്ല. There is no word in impossibility in my Bible. Bible says what is impossible with man is possible with God. എൻ്റെ ദൈവത്താൽ മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, മറ്റുള്ളവർ നിന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നിന്നെ നിരാശപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നിന്റെ മേൽ ബ്ലെയിം ഇടുമ്പോൾ, ഇന്ന് പകൽക്കാലം പറ, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. Praise God. സദൃശവാക്യം 19:3 ഇങ്ങനെ പറയുന്നു, the foolishness of man, previous one, undermines his way. That means ruining whatever he undertakes. Then his heart is resentful and rages against the Lord. He's saying that for being a fool he blames the Lord instead of himself. മലയാളത്തിൽ വായിക്കാമോ? മലയാളത്തിൽ കേട്ടോ, അവന്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നെന്ന് പറഞ്ഞ് he put the all blames to God. നിനക്കിത് വന്നത് എന്തുകൊണ്ടാ? നീ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ടല്ലേ? നീ ഇത്രയും പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ലേ? നീ ഇത്രയും പോകുന്നത് കൊണ്ടല്ലേ? സ്തോത്രം. യോബ് പറയാ, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കരുത്, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കരുത്. അവിടെയൊക്കെയും ദൈവവചനം പറയുന്ന അവൻ നാവ് കൊണ്ട് പാപം ചെയ്തില്ല. ഈ ടെംപ്ടേഷൻ പാപത്തിലേക്ക് നയിക്കുന്നത് എവിടുന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. സ്തോത്രം. അതിന് പറയുന്ന ഗ്രീക്ക് വേർഡ് എപ്പിത്തൂമിയ എന്ന ഗ്രീക്ക് വേർഡാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റൻസ് പാഷൻസ് ആൻഡ് ലോങ്ങിങ്സ് എന്ന വേർഡ് ഇതേ ഗ്രീക്ക് വേർഡാണ്. ഹല്ലേലൂയ. 42-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. As the deer panteth for the water, so my soul longeth after you. The same word. നമ്മുടെ ഹൃദയം നമ്മൾ പരിശോധിക്കണം. ഡിസയേഴ്സ്, നമ്മുടെ ഹൃദയം പരിശോധിക്കണം. ഹൃദയമാണ് പരിശുദ്ധ അല്ലെങ്കിൽ പിശാച് എന്ത് ചെയ്യുന്നത്? കവരുന്നത്. ഹൃദയമാണ് കവരുന്നത്. സ്തോത്രം. ഞാൻ ഒരു ഭാഗം വിട്ടിട്ട് മുമ്പോട്ട് കടന്നു. യുവർ ഇന്നർ ലസ്റ്റ് ആർ പവർഫുൾ. ഓക്കെ, നല്ല സെൻസുമുണ്ട്, ബാഡ് സെൻസുമുണ്ട്. ഓക്കെ, ഫിലിപ്പിയർ 1:23 പറയുന്നു, എനിക്ക് വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് ചേരിക്കാൻ ഏറെ ഇഷ്ടം. അതൊരു ലോങ്ങിങ്നെസ് അല്ലേ? എങ്ങനെയെങ്കിലും പാസ് ഒന്ന് നിർത്തിയാൽ മതി എന്നുള്ള ലോങ്ങിങ് ഇഷ്ടമല്ലേ? ഹലോ, അല്ല, നിങ്ങളുടെ ഇരിപ്പുണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അവിടെ പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്കേറെ ഇഷ്ടമാ. പക്ഷെ ഇപ്പോഴോ ജഡത്തിലിരിക്കുന്നത് നിങ്ങളെ ചൊല്ലിയ. മർക്കോസിന് 7:21 പെട്ടെന്നൊന്ന് എടുത്തേ. എന്താ ബാഡ് സെൻസിൽ നമ്മൾ നോക്കിയാൽ 7:21-23
മാർക്ക് ചാപ്റ്റർ 7. ആഹാ, ആ വേർഡ് കണ്ടല്ലോ, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നു തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം. അപ്പൊ എല്ലാം വരുന്നത് എവിടെ നിന്നാ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പേഴ്സണലൈസ് ചെയ്തേ ഇല്ലേ? നമ്മുടെ ഹൃദയത്തിൽ നിന്നാ വരുന്നേ. സ്തോത്രം. ഈ അതിനകത്ത് അത് ലേറ്ററായിട്ട് യൂത്തിനോടുള്ള ബന്ധത്തിൽ ഞാനിങ്ങനെ ഒരു മെസ്സേജ്, ആ മലയാളം ഒന്നുകൂടെ കാണിക്കാമോ? 2 വേർഡുകൾ. Adulteries and fornications. What is the difference that one? കുഞ്ഞുങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. What is adulteries? And this is all under the sexual immorality. ഓക്കെ, അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കാറ്റഗറി. പക്ഷെ 2 കാറ്റഗറിയാണ്. എന്തൊക്കെയാണ്? 1 ഫോർണിക്കേഷനും, 2 അഡൽട്ടറീസും. വിവാഹേതര ബന്ധങ്ങൾ എന്ന് വെച്ചാൽ വിവാഹം കഴിച്ചിട്ട് അത് കൂടാതെ പുറത്ത്, only not physical സെക്ഷൽ മാത്രമല്ല, ഏതവസ്ഥയിലും മത്തായിയുടെ സുവിശേഷം 5 പറയുന്ന രീതിയിലുള്ള, അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും ആ കാറ്റഗറി വരും. പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, യങ് ആയിരിക്കുമ്പോൾ, ടീനേജ് ആയിരിക്കുമ്പോൾ, യൂത്ത് ആയിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന സകല ഫ്ലഷിൻ്റെ പാപങ്ങളും ഇതിനകത്ത് വരും, ഫോർണിക്കേഷനകത്ത് വരും. ഓക്കെ, ഞാനത് പിന്നീട് ഡീറ്റെയിൽ ഇത് അറിയാനും വേണ്ടി നിങ്ങൾ പറയാം. 2 ഒരുപോലെ ഇരിക്കും, അഡൽട്ടറീസും ഫോർണിക്കേഷൻസ്. ഓക്കെ, പരസംഗവും പിന്നെന്താ പറഞ്ഞത്, വ്യഭിചാരവും. ഇത് രണ്ടും 2 കാറ്റഗറീസ് ചെയ്ത് പഠിക്കുമ്പോഴേ യങ് ജനറേഷൻ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ദൈവം വെറുക്കുന്ന പാപമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിനോട് ചോർന്ന് പഠിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, വിവാഹത്തിന് മുമ്പുള്ള എല്ലാ, ഹല്ലേലൂയ, സെക്ഷുവലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് ഹല്ലേലൂയ പോൺ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതാകാം, അത് എക്സ്പ്ലിക്റ്റ് ആയിട്ടുള്ള മേജ് നോക്കുന്നതായിരിക്കാം. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ പറയും, ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് തുറന്നാൽ, ട്വിറ്റർ തുറന്നാൽ, ഹല്ലേലൂയ, നമ്മുടെ ഇമെയിൽ തുറന്നാൽ, എവിടെ നോക്കിയാലും എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പരസ്യങ്ങൾ അവിടെ ഇവിടെയും വരും. ഞാൻ പറഞ്ഞ മനസ്സിലായി? നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത്? അത് ജിമെയിലുകാരുടെ കുഴപ്പമാണ്, ഗൂഗിളുകാരുടെ കുഴപ്പമാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് തുറന്നതല്ല, പക്ഷെ അതിങ്ങനെ മുമ്പിൽ വന്നതുകൊണ്ട് കണ്ടതാ. ഡോണ്ട് ബ്ലെയിം ഡെവിൾ. യു വാണ്ട് ടു സേ സംടൈംസ് ഇസ് നോ. യു വാണ്ട് ടു സേ ഓൾവേസ് സേ നോ. നമ്മൾ എന്ത് ചെയ്യണം? നോ പറയാൻ പഠിക്കണം. പോകട്ടെ, മുന്നോട്ട് കടന്നു പോകട്ടെ. അവിടെ പറയുകയാണ്, മുന്നോട്ട് ഒന്നിട്ട് യു ഇന്നർ ലസ്റ്റ് ഈസ് എ പവർഫുൾ, ദേ ഡ്രാഗ് യു ഇൻ ടു ദ ടെംപ്ടേഷൻ. അതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മുമ്പോട്ട് കൊണ്ടുവരും. ഓക്കെ, അതിൻ്റെ അടുത്ത ഒരു ഭാഗത്തേക്കൊന്ന് വരാമോ? എനിക്ക് തോന്നുന്നു ഒന്ന് ഓടിച്ചു വിട്ടെ പെട്ടെന്ന് വിട്ട്. സോറി. അതിന് മുമ്പ് സാംസ്, സങ്കീർത്തനം, ആ വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? സങ്കീർത്തനം 51:5. സാംസ് 51:5. Psalms 51:5. ഇതാ ഞാൻ അകൃത്യത്തിലൊരുവായി, പാപത്തിൽ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പക്ഷെ അടുത്ത വാക്യം പറയുന്നത്, അന്തർഭാഗ്യത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അപ്പോൾ എവിടെയാണ് ജ്ഞാനം വെളിപ്പെടുന്നത്? അന്തരംഗത്തിലാണ്. ആ സത്യമാണ് നമ്മളെ വിടുവിക്കുന്നത്. സത്യമാരാ? യേശു കർത്താവാണ്. ഇതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ഇനി മോനെ 1-2 സ്ലൈഡ് ഒന്ന് വേഗത്തിൽ ഓടിച്ചു വിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ഓക്കെ. Sorry. അവിടെ നിൽക്കാം. Okay. And the last one, they entice and trap you to sin. That means focus on pleasures, not consequence. ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇത് പവർഫുൾ ആണെന്ന് പറയുവാൻ, നമ്മുടെ ഹൃദയം പവർഫുൾ ആണെന്ന് പറയുവാനുള്ള റീസൺ എന്താണെന്ന് അറിയാമോ? നമ്മൾ കേട്ടിട്ടില്ലേ, ലവ് ബ്ലൈൻഡ് ആണെന്ന്? ഹലോ, പ്രേമത്തിന് കണ്ണില്ലെന്ന് പറയുന്നത് കേട്ടില്ലേ? അതിൻ്റെ അർത്ഥം they never
think about the consequence. They only look at the pleasure. Hello. ഇതുകൊണ്ട് എന്താ ദോഷമെന്ന് ചിന്തിക്കാൻ സമ്മതിക്കത്തില്ല പിശാച്. പക്ഷെ എന്താ സമ്മതിക്കുന്നതെന്ന് അറിയാമോ? ഇതിനകത്തുള്ള രസം എന്താണെന്നേ പറയത്തുള്ളൂ. സ്തോത്രം. We want to beware, we want to aware of these things, focus on not pleasure, and you want to understand the consequence. അടുത്ത പടം, അടുത്ത ഇത് നിട്ടേ. Praise God. The one by one I want to explain that one. ഒരു എന്ത് വരുന്നത്, ക്യൂറൽ എന്തിനാ പറയുന്നത്, ആ ചുരുങ്ങി കിടക്കുന്നത് എന്താ പറയുന്നത്, സ്പൈറൽ. ഇതൊരു സ്പൈറൽ. എവിടുന്നാ തുടങ്ങുന്നതെന്ന് അറിയാമോ? ലെസ്റ്റിന്നാ തുടങ്ങുന്നത്. ഓക്കെ, ലെസ്റ്റി തുടങ്ങിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നറിയാം? ടെംപ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ കോൺസിക്വൻസ് എന്താക്കുമെന്നറിയാം? സിന്നിലോട്ട് കൊണ്ടുവന്നിട്ട് നേരെ ഡിസ്ട്രാക്ഷൻ, ഡെത്തിലേക്ക് കൊണ്ടുവരും. ഇതൊരു സ്പൈറൽ. എന്ന് വെച്ചാൽ ഒരിടത്ത് നിന്ന് കയറിയ കറങ്ങി എവിടെ വന്നേ നിൽക്കത്തുള്ളൂ? ഡെത്തിൽ വന്നേ നിൽക്കത്തുള്ളൂ. സ്വന്തം ദൈവവേദലേ, നമ്മൾ ഒത്തിരി ശിംശോനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, when we read in the Samson in the book of Judges, we can see എവിടെ തുടങ്ങിയേ? ചെറുതായിട്ട് എനിക്കൊരു ശക്തി ഉണ്ട്, എനിക്കറിയാം ഞാൻ എവിടെ പോയാലും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റും, ഞാൻ എത്ര ആണെങ്കിലും എന്നെ വീഴ്ത്താൻ ആർക്കും പറ്റത്തില്ല, മനസ്സിലായോ? എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് പോയിട്ട് ഇല്ലേ? ഒന്ന് ആലോചിക്കേ, എന്തോ പിശാച് ചെയ്തത്? അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. 2, അവൻ്റെ സീക്രട്ട് ഓഫ് ദെയർ അനോയിന്റിങ്, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അവരെന്ത് ചെയ്തെന്നറിയാമോ? എംപ്റ്റി ചെയ്തു. ഞാൻ ഇന്ന് രാവിലെ ഇംഗ്ലീഷ് സർവീസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവവേദലേ, 1 mm പോട്ടെ, ഒരു 5 mm നമ്മൾ സ്പിരിച്വലി അപ്ലിഫ്റ്റ് ആവണമെങ്കിൽ എത്ര നേരം പ്രാർത്ഥിക്കണം? 23-ാം സങ്കീർത്തനത്തിൻ്റെ വെളിപ്പാട് കിട്ടാൻ വേണ്ടി എത്ര പ്രാവശ്യം നമ്മൾ വായിക്കണം? 25 വർഷമായിട്ട് വായിച്ചിട്ട് ഇന്നും ചിലർക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ വെളിപ്പാട്. സ്വതന്ത്രം പോയോ? ഒരു വാക്യം നമ്മൾ ആത്മീകമായിട്ടൊന്നും ഒരു കാല് മുന്നോട്ട് വെക്കാൻ എത്ര പ്രാർത്ഥന, എത്ര ഉപവാസം, എത്ര കണ്ണുനീര്, എത്ര ഡെഡിക്കേഷൻ, എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു. പക്ഷെ പോകാൻ തീർന്നു. ആരിലും വന്ന് ചെവി 2 വാക്ക് പറഞ്ഞാൽ മതി, തീർന്നു നമ്മുടെ പ്രശ്നം. ദൈവ പൈതലേ, ഞാൻ ഒരിക്കലൂടെ ആവർത്തിച്ച് വളരെ ദൈവദാസൻ എന്നുള്ള നിലയിൽ പറയുന്നു, നിങ്ങൾ ഹല്ലേലൂയ വില കൊടുത്ത് പ്രാപിച്ച ദൈവത്തിൻ്റെ കൃപ, ഹല്ലേലൂയ പിശാചിൻ്റെ ഒരു വാക്കിൻ്റെ മുമ്പിൽ ചോർത്തിക്കളയരുത്. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, ഹല്ലേലൂയ മറ്റുള്ളവരുടെ വാക്കുകൊണ്ടോ, മറ്റുള്ളവരുടെ ഫേസ് കൊണ്ടോ, മറ്റുള്ളവരുടെ ഹല്ലേലൂയ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ അത് ചോർത്തിക്കളയരുത്. ഈ വിശ്വാസത്തിൽ വന്നിട്ട് മടങ്ങിപ്പോരെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. കത്തോലിക്കിനെ കൊണ്ടുവരാം, ഹൈന്ദവനെ കൊണ്ടുവരാം, ആരെ വേണമെങ്കിലും വിശ്വാസം കൊണ്ടുവരാം. പക്ഷെ ഒരുത്തൻ പിന്തിരിഞ്ഞു പോയാൽ ഭയങ്കര പാടാ. വചനം അതുകൊണ്ട് ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നമ്മുടെ വാക്കുകൾ ഒരുവനെ പണിയണം, നമ്മുടെ വാക്കുകൾ ഒരുത്തനെ ഉയർത്തണം, നമ്മുടെ വാക്കുകൾ ഒരുത്തനെ എന്ത് ചെയ്യണം? ആത്മീകമായി അവനെ ശക്തിപ്പെടുത്തുന്നതാകട്ടെ. അല്ലെങ്കിൽ കൃപയ്ക്ക് കൂട്ടവകാശികളാകുവാനാ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ മുഖാന്തരം ആരും തളർന്നു പോകരുത്, നമ്മൾ മുഖാന്തരം ആരും പിന്മാറിപ്പോകരുത്, നമ്മൾ മുഖാന്തരം ആരും അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, അല്ലെങ്കിൽ നമ്മളെ ചോർത്തിക്കളയുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന ഈ പാപത്തിന്റെ ടെംപ്റ്റേഷനിൽ നിന്ന്, ഈ വശീകരണ വാക്കുകളിൽ ദൈവമക്കൾ കുടുങ്ങിപ്പോകരുത്. Praise God. യാക്കോബ് പറയുകയാണ്, ഡു നോട്ട് ബി ഡിസീവ്ഡ് ബ്രദറൻ. ഞാൻ എൻ്റെ വാക്കുകളെ അവിടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, പ്രൈസ് ഗോഡ്. അതിൻ്റെ ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് ഒന്നിട്ടെ, ഞാൻ ഒരെണ്ണം ഒന്ന് വിട്ടെ. പ്രിൻസിപ്പൽസ് ടു ടുഡേ വി വാണ്ട് ടു അപ്ലൈ. നെക്സ്റ്റ് സ്ലൈഡ്.
അവിടെ പറയുകയാണ് ജെയിംസ് 1:14, ഡോണ്ട് പ്ലേ ദ ബ്ലെയിം ഗെയിം, ബി കോൺഷ്യസ് ഓഫ് യുവർ ഓൺ ഡിപ്രവിറ്റി ആൻഡ് സിൻഫുൾ ചോയ്സസ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യവും 1 കൊരിന്ത്യർ ലേഖനം 10 മുതൽ 12 വായിച്ച് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സ്തോത്രം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അടുത്ത വാക്യം. അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. ഹല്ലേലൂയ. അതിന്റെ 11-ാം വാക്യം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യം, 12-ാം വാക്യം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. ദൈവത്തിന്റെ പൈതലേ, നമ്മൾ നിൽക്കുന്നത് കൃപയാല. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. നമ്മൾ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ബ്രേക്ക് ദ ടെംപ്ടേഷൻ സ്പൈറൽ. ഇന്ന് പകൽക്കാലം നമ്മളെ വീഴ്ത്തിക്കളയുവാൻ ചുറ്റിയിരിക്കുന്ന ആ സ്പൈറലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് പകൽക്കാലം കട്ട് ചെയ്യണം. സ്തോത്രം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് യാക്കോബിൻ്റെ ലേഖനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ അടുത്ത സ്ലൈഡ് ഒന്ന് എടുത്താട്ടെ. വേഗത്തിൽ അടുത്ത സ്ലൈഡ്. അതിൻ്റെ അടുത്ത സ്ലൈഡിലോട്ട് പോകട്ടെ. ഞാൻ അതിനകത്തൊക്കെ പിക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത സ്ലൈഡ് പ്ലീസ്. ബ്രേക്ക് ദ ടെംപ്ടേഷൻ ആൻഡ് സ്പൈറൽ. അടുത്ത സ്ലൈഡിലോട്ട് പോയി. സ്തോത്രം. സോറി അത് തന്നെ ബാക്കിലത്തെ. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ടെംപ്ടേഷനിൽ അകപ്പെടാതിരിപ്പം കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കൾ, ഈ ദിവസങ്ങളിൽ എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയുന്നു. ഇത് ഞാൻ പറഞ്ഞു, ഇവിടെ ശുശ്രൂഷിക്കാൻ ആര് കയറിയാലും, ഓൾ കൊയർ മെമ്പേഴ്സ്, ഓൾ ഡ്രംസ് ഓർ കീബോർഡ്, ആരായാലും, അല്ലെങ്കിൽ ഗിറ്റാർ, ഏതുപകരണം ഇവിടെ കയറുന്നവർ പ്രാർത്ഥിക്കാതെ 1 മണിക്കൂർ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വയ്യെങ്കിൽ പ്ലീസ് സേ നോ, സോറി, ഐ കാൺ ഡു ദാറ്റ് വൺ. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്ന സ്ഥലമാണ്. ആര് ശുശ്രൂഷയ്ക്ക് കയറിയാലും മാറിയിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങളൊരു പക്ഷേ നിങ്ങളെ ആരും കാണുന്നില്ലായിരിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ്, ദൈവം നിങ്ങളെ ഇൻസ്ട്രുമെൻ്റ് ആക്കുവാൻ വേണ്ടിയ ആ ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾക്ക് തരുന്നത്. പാടുന്നവർ ദയവായി ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ, ഒരുപക്ഷെ കൊയർ ലീഡർ ആയിരിക്കാം പാട്ടെടുക്കുന്നത്, ആ പാട്ടിൻ്റെ വരികളിലൂടെ നിങ്ങൾ കടന്നുപോയി ഒരു ആത്മനിയോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊത്തിരി ജനത്തെ ഇമ്പാക്റ്റ് ചെയ്യും. പ്രാർത്ഥിക്കണം. പ്രസംഗിക്കുന്നവർ, ഹല്ലേലൂയ, എല്ലാ ശുശ്രൂഷ ചെയ്യുന്നവർ, ഈവൻ ഇൻക്ലൂഡിങ് ഹല്ലേലൂയ മീഡിയ ടീം, ഹല്ലേലൂയ ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ, ആരൊക്കെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ സജീവമാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നു, മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 6:13 ഒന്ന് വായിച്ചാൽ മതി, കാണിച്ചില്ലെങ്കിലും 6:13. മാത്യു ചാപ്റ്റർ 6:13. മാത്യു 6:13. ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹല്ലേലൂയ. ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ യേശു പ്രാർത്ഥിച്ച ഒരൊറ്റ പ്രാർത്ഥന, ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ കർത്താവേ, ഹല്ലേലൂയ, സേവ് us from every temptation. ഹല്ലേലൂയ. ലോർഡ് ലീഡ് us not into temptation. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിക്കാതെ നീ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അടുത്തത്, അവോയ്ഡ് ദ സോഴ്സസ് ഓഫ് ടെംപ്ടേഷൻ. നിങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന സോഴ്സസുകളെ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. ഇതൊരു ഭയങ്കര ഡെലിവറൻസ് ഇപ്പം നടക്കേണ്ടതാണ് ഈ സമയത്ത്. ഇൻക്ലൂഡിങ് ചിൽഡ്രൻ, ഇൻക്ലൂഡിങ് അഡൽട്സ്, ഇൻക്ലൂഡിങ് ഫാമിലി. കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ, പലതിൻ്റെ കാര്യം പിശാച് നിങ്ങളുടെ വീട്ടിനകത്തിട്ടിരിക്കുന്ന ഒരു നൂല, ഒരു സ്പൈറല. അത് സ്ലോലി ചുറ്റും. അതഴിക്കാൻ പറ്റാത്തതുപോലെയാകും. സ്മോൾ തിങ്സ് ഡോണ്ട് ഇഗ്നോർ. Bible says, the book of James, resist the devil, he will flee from you.